ഹലോ. അപ്പം ഇന്ന് ഒരുങ്ങി കിട്ടിന്ന് നമുക്ക് ബീച്ചിൽ പോകണം. അപ്പം ഇന്ന് ഒരുങ്ങിയിട്ട് നിന്ന് ബീച്ചിലേക്കാണ് പോകുന്നത്. പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഡെർമക്കോൻ്റെ ഒരു സെറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ടോ, ഞാൻ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ മൂന്ന് പേരും ഒരുങ്ങി കഴിഞ്ഞ് ഇനി ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് കാണാം കേട്ടോ. അന്ന് മലയാളി 1973 പെരുമാറ്റം റിലീസ് ചെയ്തതോടെ ആ സിനിമയിൽ ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ സമീപിച്ചിട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ കലാസൃഷ്ടി എന്തായിരുന്നു പുറത്തു വന്നിരുന്നത്, എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്നാലോചിച്ചാൽ അതിന് ഏറ്റവും ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടായതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ നോക്കിയതാണ് ഇത്ര മോശമായ പരാമർശങ്ങളുടെ പരാമർശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വേർപാട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. കമൽസാറും പറഞ്ഞതുപോലെ തന്നെ കാലത്തിനും അതീതമായിട്ടുള്ള രചനകൾ മലയാളത്തിൽ സമ്മാനിച്ച നമുക്ക് ഏറെ പ്രിയപ്പെട്ട സാറിന് മുന്നിൽ ഓർമ്മകൾക്ക് മുന്നിൽ ക്ഷേത്രമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾ ഞങ്ങൾ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം കൊടുങ്ങല്ലൂർ തെയ്യവുമായിട്ട് ഇതോളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ജനസാഗരമാണ് എനിക്ക് മുന്നിലുള്ളത്. ഇത്രയും പേര് കൊടുങ്ങല്ലൂരിൻ്റെ ഈ ഒരു ബീച്ചിൽ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേര് നമുക്ക് ഈ ഒരു സമയത്ത് പറഞ്ഞാലേ മതിയാകുള്ളൂ. കാരണം കൊടുങ്ങല്ലൂർ എന്നൊരു ദേശത്തെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒരു പേര് കൂടിയാണിത്. മൊയ്തു പണിയുക. മൊയ്തുക എന്ന സ്നേഹത്തോടെ കൊടുങ്ങല്ലൂരിനെ അഭിനയിച്ച മൊയ്തുക്കയുടെ ഓർമ്മയിൽ മൊയ്തു പണിയുക ആദരം ക്ഷണിക്കുന്നു. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே സ്വരപൂജാ മലരാക്കി തീർക്കണേ തത്വമസിത്തുള്ളേ നിത്യസുത്തതയനിതേ ഇനി കൽപ്പാന്തമീതൽ തുറന്നീടണേ.
നോക്ക് കയറിയിട്ടാ ഒരെണ്ണോ നോക്കി അത് എണ്ണ നോക്കി ഇത് ഒരു ഭയങ്കര